ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹവീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് സ്റ്റാച്യൂസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പാണ്, എനിക്കും നോമ്പുണ്ട്. അപ്പോൾ വലിയ വീഡിയോസൊന്നും എടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടി തുടങ്ങി. സോ നമുക്ക് എന്തായിരുന്നാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിത് ബാലരമ വായിച്ചപ്പോൾ കണ്ടതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യൂസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത്. സോ ഫസ്റ്റ് തന്നെ എന്താണെന്ന് വെച്ചാൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉയരം, ടോട്ടലായിട്ടുള്ള ഉയരം എന്ന് പറയുന്നത്, അതായത് നമ്മൾ പ്രതിമ വെച്ചിരിക്കുന്ന സ്റ്റാൻഡും മാത്രമല്ലാതെ ഈ ഒരു പ്രതിമയും കൂടെയുള്ള ഉയരമാണ് 240 മീറ്റർ. അതുപോലെ പ്രതിമ മാത്രമായിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 182 മീറ്ററാണ്. ഓക്കെ, 182 മീറ്റർ. ഞാനിവിടെ അടുത്ത് ബാലരമ വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകും, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ആയിട്ടുള്ളത് സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ. സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു എന്താ പറയുക പ്രതിമ എന്ന് പറയുന്നത്. ചൈനയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇതിന് എല്ലാത്തിനും കൂടെ 208 മീറ്ററും പ്രതിമ മാത്രമായിട്ട് 153 മീറ്ററുമാണ്. മറ്റേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പൂർത്തിയാക്കിയ വർഷം പറഞ്ഞില്ലായിരുന്നു, 2018. ഈ ഒരു സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ പൂർത്തിയാക്കിയത് 2008 ഇനി മൂന്നാമത്തത് ലേക്യുൻ സെക്യ എന്ന് പറയുന്ന ഒരു പ്രതിമയുണ്ട്. ആ ഒരു പ്രതിമയ്ക്ക് രാജ്യം മ്യാൻമറിലാണ് ആ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉയരം 129.2 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ ഉയരം വന്നിട്ടുള്ളത്. പ്രതിമ മാത്രമായിട്ട് 116 സെൻറ്റിമീറ്ററും. ഇനി ഇത് പൂർത്തിയാക്കിയ വർഷം എന്ന് പറയുന്നത് 2008. ഇനി അടുത്തത് നാലാമത്തത് ഉഷിക്യു ഡൈബുത്സു എന്ന് പറയുന്നതാണ്. രാജ്യം ജപ്പാനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ 120 മീറ്റർ ഉയരവും ടോട്ടൽ പ്രതിമ മാത്രമായിട്ട് 100 മീറ്ററുമാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇനി ഇത് 1993 പൂർത്തിയാക്കിയത്. എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇതിലെല്ലാത്തിലും വെച്ച് നോക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഏറ്റവും ആദ്യം പൂർത്തിയാക്കിയ പ്രതിമയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്തായിരുന്നാലും ഉഷിക്യു ഡൈബുത്സു എന്ന് പറയുന്ന ഒരു പ്രതിമയാണ്. ഓക്കെ, ഭയണ്ടാണ്. അഞ്ചാമത് സ്റ്റാച്യു ഓഫ് ബിലീഫ്. ഇന്ത്യയിലെ രാജസ്ഥാനിലാണ് സ്റ്റാച്യു ഓഫ് ബിലീഫ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉയരം എന്ന് പറയുന്നത് 107 മീറ്ററും 2019 ഇത് പൂർത്തിയാവുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താ, ഇവിടെ പഴയൊരു ബാലരമയാണ്. ഞാൻ ബാലരമയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പേജുകൾ കാണാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതൽ ആളുകളുടെ വീട്ടിലും, മുമ്പൊക്കെ ബാലരമ ഇഷ്ടംപോലെ വരുമായിരുന്നു, എല്ലാവരും വരുത്തായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ വളരെ റെയറായിട്ട് ആളുകൾ വരുത്താറുള്ളൂ ബാലരമ. അപ്പം എന്തായിരുന്നാലും ഞാൻ പഴയ ഒരു ബാലരമ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പം കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് ഷെയർ ചെയ്യാൻ പോകണമെന്നല്ല, ഷെയർ ചെയ്യുന്നത്. അടുത്തത് ആറാമത്തെ പ്രതിമ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. ആറാമത്തെ പ്രതിമ എന്ന് പറയുന്നത് സെൻഡൈ ഡൈക്കാനോൻ എന്നാണ് ആ ഒരു പ്രതിമയുടെ പേര്. ജപ്പാനിൽ തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. ഉയരം എന്ന് പറയുന്നത് 100 മീറ്ററാണ്. ടോട്ടലല്ല, പ്രതിമയുടെയും എല്ലാം കൂടെ 100 മീറ്ററാണ്. പ്രതിമയുടെ മാത്രം തന്നിട്ടില്ല ഇതിൽ.
ഇനി പൂർത്തിയായ വർഷം എന്ന് പറയുന്നത് 1991. ഞാൻ പറഞ്ഞ ഏറ്റവും ആദ്യം സ്ഥിതി ചെയ്ത പ്രതിമ എന്ന് പറയുന്നത് ഈ ഒരു സെൻഡായി ഡൈക്കനോൺ എന്ന് പറയുന്ന ആ ഒരു പ്രതിമയാണ് ഏറ്റവും ആദ്യം സ്ഥിതി ചെയ്ത പ്രതിമ. അത് കഴിഞ്ഞ് രണ്ടാമത് സ്ഥിതി ചെയ്തതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഉഷിക്കോ ഡൈബുട്സു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ സ്ഥാനത്ത് ഗുയ്സൻ ഗുന്യൻ എന്ന് പറയുന്നതാണ്. അതിൽ ചൈനയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ 99 മീറ്ററാണ് ഇതിൻ്റെ ഉയരം വന്നിട്ടുള്ളത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർത്തിയാക്കിയ വർഷം എന്ന് പറയുന്നത് 2009. സോ ഓക്കെ, 99 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഇനിയുള്ള പൂർത്തിയാക്കിയ വർഷം 2009 ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി എട്ടാമത് പെറ്റർ ദ ഗ്രേറ്റ് സ്റ്റാച്ചു. ഇത് കുറച്ച് നല്ല പേരായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, പെറ്റർ ദ ഗ്രേറ്റ് സ്റ്റാച്ചു. അപ്പോൾ ഇത് റഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ 98 മീറ്റർ ഉയരമുണ്ട്. ഇനിയുള്ളത് പൂർത്തിയാക്കി 1997 ഇത് പൂർത്തിയാക്കപ്പെട്ടു. ഈ ആദ്യമേ പൂർത്തിയാക്കപ്പെട്ടതിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പെറ്റർ ദ ഗ്രേറ്റ് സ്റ്റാച്ചു ആണ്. ഇനി നോക്കുകയാണെങ്കിൽ 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് മദർ ഓഫ് അലാസിയ ടവർ ഓഫ് പീസ്. മദർ ഓഫ് അലാസിയ ടവർ ഓഫ് പീസ് ആണ്. അപ്പോൾ ഇത് കുറച്ച് വലിയ പേരുമാണ്, എന്നാൽ നല്ലൊരു പേരുമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പേരുമാണിത്. അപ്പോൾ ഇത് ഫിലിപ്പീൻസിലാണ് ഉള്ളത്. ഓക്കെ, ഫിലിപ്പീൻസിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉയരം എന്ന് പറയുന്നത് 96 മീറ്ററാണ് ഇതിൻ്റെ ഉയരം വന്നിട്ടുള്ളത്. പൂർത്തിയാക്കിയ വർഷം 2021 ഇത് പൂർത്തിയാക്കപ്പെട്ടു. ഇനി ഗ്രേറ്റ് ബുദ്ധ ഓഫ് തായ്ലൻഡ്. 10ാം സ്ഥാനത്ത് ഗ്രേറ്റ് ബുദ്ധ ഓഫ് തായ്ലൻഡ് ആണ്. ഗ്രേറ്റ് ബുദ്ധ ഓഫ് തായ്ലൻഡ് എന്ന് പറയുമ്പോൾ രാജ്യം തായ്ലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ 92 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അതേപോലെ 2008 ഇത് എന്ത് ചെയ്തു, പൂർത്തിയാക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ കാണിച്ചു തരാവേ.